ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറിക്കൽ ബാലറ്റ്സ്. അപ്പോൾ നമുക്കിന്ന് വിക്ടോറിയൻ ലിറ്ററേച്ചറിനെ പറ്റി പഠിക്കാം. വിക്ടോറിയൻ ലിറ്ററേച്ചറിനെ നമുക്ക് രണ്ട് ഫേസുകളിലായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഫേസാണ് ദി ഏർലി പീരീഡ്, രണ്ടാമത്തെ ഫേസാണ് ലേറ്റർ പീരീഡ് ഓർ ഫിൻഡേഴ്സ് ഇയർക്കിൾ. ഏർലി പീരീഡിൽ ബിലോങ് ചെയ്യുന്ന റൈറ്റേഴ്സാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, റോബർട്ട് ബ്രൗണിംഗ്, മാത്യു അർണോൾഡ്, ഡാൻഡെ ഗബ്രിയൽ റോസെറ്റി, ക്രിസ്റ്റീന റോസെറ്റി, ചാൾസ് ഡിക്കൻസ്, ജോർജ് എലിയറ്റ് ആൻഡ് ദി ബ്രോണ്ടെ സിസ്റ്റേഴ്സ്. ലേറ്റർ പീരീഡിൽ ബിലോങ് ചെയ്യുന്ന റൈറ്റേഴ്സാണ് റൂഡിയാർഡ് കിപ്ലിംഗ്, ജോർജ് മെറിഡെത്ത്, ജെറാർഡ് മാൻലി ഹോപ്കിൻസ്, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആൻഡ് ഓസ്കാർ വൈൽഡ്. വിക്ടോറിയൻ ഏജിൽ പുതിയ ലിറ്റററി സെൻസിബിലിറ്റീസിൻ്റെ സയൻസ് ഉണ്ടായിരുന്നെങ്കിലും വിക്ടോറിയൻ റൈറ്റേഴ്സ് അവരുടെ റൊമാൻറ്റിക് കൗണ്ടർ പാർട്സിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. വിക്ടോറിയൻസ് റൊമാൻറ്റിക് പീരീഡിൽ ഫിക്ഷനിലുണ്ടായിരുന്ന ഗോത്തിക് ജോൺറേനെ നിലനിർത്തി. ഇതേസമയം റൈറ്റേഴ്സ് സൊസൈറ്റൽ പ്രോബ്ലംസിൽ അവരുടെ അറ്റൻഷൻ കൊടുത്തു. അവർ സൊസൈറ്റൽ പ്രോബ്ലംസിനെ പറ്റി എഴുതാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യം വിക്ടോറിയൻ പോയട്രിയെ പറ്റി പഠിക്കാം. റൊമാൻറ്റിസിറ്റ്സ് അവരുടേതായിട്ടുള്ള ഒരു ഇമാജിനറി വേൾഡിലാണ് അവർ ജീവിച്ചത് എങ്കിൽ വിക്ടോറിയൻസ് അവരുടെ ദിവസങ്ങളിൽ ജീവിച്ചു. അവരുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും അവർക്ക് എഴുതാനുള്ള ഗൈഡൻസ് നൽകി. റൊമാൻറ്റിക് പോയട്രി എഴുതിയിരുന്നത് റീഡറിനേക്കാളും പോയറ്റിൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. ഡെമോക്രസിയുടെ റൈസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ സ്പ്രെഡും കാരണം റീഡിംഗ് പബ്ലിക്കിൽ വലിയൊരു ഇൻക്രീസ് തന്നെ ഉണ്ടായി. ഇത് പോയറ്റിൻ്റെ ഫങ്ഷൻ ചേഞ്ച് ചെയ്തു. പോയറ്റ്സ് അങ്ങനെ കോമൺ റീഡേഴ്സ് ഇൻട്രസ്റ്റഡ് ആയ സബ്ജക്ട്സ് ചൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വിക്ടോറിയൻ പോയട്രി ലൈഫുമായിട്ട് കൂടുതൽ റിലേറ്റഡ് ആണ്. വിക്ടോറിയൻ പോയറ്റ്സ് ആളുകളിലെല്ലാം ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണർത്തി. പോയറ്റിൻ്റെ നേച്ചറിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ സയൻസ് അതിൻ്റെ ഇമ്പാക്റ്റ് കൊടുത്തു. പോയറ്റ് നേച്ചറിലൊരു ദൈവികത കണ്ടില്ല. അദ്ദേഹം പ്രകൃതിയിലുള്ള കാര്യങ്ങളെയൊക്കെ വളരെ സയൻറ്റിഫിക് ആക്യുറസിയോടെ ഒബ്സർവ് ചെയ്യുകയും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സയൻസിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റിൽ പോയട്രി കൂടുതൽ റാഷണലായി മാറി. അപ്പോൾ നമുക്ക് വിക്ടോറിയൻ പോയറ്റ്സിനെ പല ഗ്രൂപ്പുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെയാണ് ടെന്നിസണും ബ്രൗണിങ്ങും. രണ്ടാമത്തെ ഗ്രൂപ്പാണ് സ്കെപ്റ്റിക്സ് ആയ ആർതർ ഹ്യൂഗ് ക്ലൗവും, എഡ്വേർഡ് ഫിറ്റ്സ് ഗെറാൾഡും, മാത്യു അർണോൾഡും, ജെയിംസ് തോംസണും. മൂന്നാമത്തെ ഗ്രൂപ്പാണ് പ്രീ റാഫേലൈറ്റ്സ് ആയ ഡാൻഡെ ഗബ്രിയൽ റോസെറ്റി, വില്യം മോറിസ് ആൻഡ് എ.സി. സ്വിൻബേൺ. ആൻഡ് നാലാമത്തെ ഗ്രൂപ്പാണ് വിമൻ പോയറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ആൽഫ്രഡ് ലോർഡ് ടെന്നിസനെ പറ്റി പഠിക്കാം. ടെന്നിസൺ അദ്ദേഹത്തിൻ്റെ പോയട്രിക്കുള്ള മെറ്റീരിയൽ, അതായത് പോയട്രിക്ക് ആവശ്യമായ സബ്ജക്റ്റ് മാറ്റർ അദ്ദേഹത്തിൻ്റെ തന്നെ കാലഘട്ടത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യത്തിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പോയംസിലൊക്കെ നമുക്ക് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൻ്റെ ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ തന്നെ കാണാൻ കഴിയും. വിക്ടോറിയൻ ഇംഗ്ലണ്ട് അദ്ദേഹത്തിൻ്റെ പോയട്രിയിലൂടെ പുനർജീവിക്കുകയാണ്, റീലിവ് ചെയ്യുകയാണ്. ഈ സമയം ഇംഗ്ലണ്ട് ഒരു ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റിലായിരുന്നെങ്കിലും ടെന്നിസൺ ഈ ഡിസ്റ്റർബൻസിൽ നിന്നുമൊക്കെ അൺഅഫക്റ്റഡ് ആയിരുന്നു. സമാധാനത്തിൻ്റെയും സെൽഫ് കൺട്രോളിൻ്റെയും ഒരു ലോങ് ലെസൺ ആണ് അദ്ദേഹത്തിൻ്റെ പോയട്രി. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ലുക്കിലും റിലീജിയസ് ആറ്റിറ്റ്യൂഡിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഓഫ് കോംപ്രമൈസ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. അദ്ദേഹം നേച്ചറിനെ പറ്റി എഴുതിയത് സയൻറ്റിഫിക് ഒബ്സർവേഷനോട് കൂടിയും അതുപോലെ തന്നെ പോയറ്റിക് ഫീലിംഗോട് ചേർത്തിട്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ നേച്ചറിനെ പറ്റിയുള്ള പോയട്രി സയൻറ്റിഫിക് ഒബ്സർവേഷൻ്റെയും പോയറ്റിക് ഫീലിംഗിൻ്റെയും ഒരു മിക്സാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സാണ് പിക്ടോറിയൽ ക്വാളിറ്റി, പെർഫെക്ഷൻ ഓഫ് സ്റ്റൈൽ, വണ്ടർഫുൾ മാസ്റ്ററി ഓഫ് ലാംഗ്വേജ് ആൻഡ് വേരിയഡ് മ്യൂസിക് ഓഫ് വേർഡ്സ്. ടെന്നിസൺ 1850 ഇംഗ്ലണ്ടിൻ്റെ പോയറ്റ് ലൊറേറ്റായി. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏർലി പീരീഡിലെ നോട്ട് വർത്തി പോയംസ് ആണ് ദ ലേഡി ഓഫ് ഷാലറ്റ് ആൻഡ് ദി ലോട്ടസ് ഈറ്റേഴ്സ്. 1842 പബ്ലിഷ് ചെയ്ത 2 വോള്യൂം ഓഫ് പോയംസ് ആണ് അദ്ദേഹത്തെ കൂടുതൽ ഫേമസ് ആക്കിയത്. ഈ കളക്ഷനിലെ 2 ഫേമസ് പോയംസ് ആണ് മോർട്ട് ഡെ ആർതർ ആൻഡ് യുലീസസ്. ടെന്നിസൺ ലോങ്ങർ പോയംസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ലേറ്റർ സ്റ്റേജിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ലോങ് പോയമാണ് ഇൻ മെമ്മോറിയം. അടുത്തതാണ് റോബർട്ട് ബ്രൗണിംഗ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പോയം പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് സെമ്മിൽ, അതാണ് പോർഫൈരിയസ് ലവർ. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ റോബർട്ട് ബ്രൗണിങ്ങിനെ പറ്റി പറയുമ്പോൾ ടെന്നിസണെ പോലെ തന്നെ റോബർട്ട് ബ്രൗണിങ്ങും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ലിറ്ററേച്ചറിന് വേണ്ടി ഡിവോട്ട് ചെയ്ത ഒരാളാണ്. ബ്രൗണിങ്ങിൻ്റെ പോയട്രിയുടെ സബ്ജക്റ്റ് മാറ്ററും സ്റ്റൈലും വളരെ ബോൾഡും റഫും അൺകൺവെൻഷനലുമായിരുന്നു.
അദ്ദേഹം ഡ്രമാറ്റിക് മോണോലോഗ് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ഫോമിലുള്ള ഒരു പോയമാണ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ കുറച്ച് ഇൻസിഡൻസിലൂടെ അയാളുടെ റിയൽ ക്യാരക്ടർ ഓഡിയൻസിന് റിവീൽ ചെയ്യുകയാണ്. ബ്രൗണിങ്ങിൻ്റെ പോയട്രിയുടെ മെയിൻ ഫീച്ചേഴ്സാണ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്, അനലിറ്റിക്കൽ സറ്റ്ലി ആൻഡ് ഡ്രമാറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ. ബ്രൗണിങ് ദൈവത്തിൽ വളരെ വിശ്വാസമുള്ള ഒരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ നമുക്ക് ഒരു ഒപ്റ്റിമിസം കാണാൻ കഴിയും, ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് കാണാൻ കഴിയും. ബ്രൗണിങ്ങിൻ്റെ ഫേമസ് ഡ്രമാറ്റിക് മൊണോലോഗ്സ് ആണ്. അപ്പോൾ ഈ ഡ്രമാറ്റിക് മൊണോലോഗ്സ് അദ്ദേഹത്തിൻ്റെ കളക്ഷനായ മെൻ ആൻഡ് വുമണിൽ അപ്പിയർ ചെയ്തതാണ്. അവയാണ് ഫ്രാ ലിപ്പോ ലിപ്പി ആൻഡ് ആൻഡ്രിയ ഡെൽ സാറ്റോ. അദ്ദേഹത്തിൻ്റെ വേറെയും കളക്ഷൻസ് ഓഫ് പോയംസ് ആണ് ഡ്രമാറ്റിക് ലിറിക്സ് ആൻഡ് ബെൽസ് ആൻഡ് പോംഗ്രനേറ്റ്സ്. അദ്ദേഹത്തിൻ്റെ 1864 പോയട്രി കളക്ഷനായ ഡ്രമാറ്റിസ് പേഴ്സണയിലുള്ള വെൽ നോൺ പോയംസ് ആണ് റാബി ബെൻ എസ്രയും ആപ്റ്റ് വോഗ്ലറും. അടുത്തത് നമുക്കിനി മാത്യു അർണോൾഡിനെ പറ്റി പഠിക്കാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മാത്യുവിൻ്റെ സ്പെല്ലിങ്ങിന് MATTHEW ആണ്. അത് കൊണ്ടുപോയി തെറ്റിക്കരുത്. മാത്യു അർണോൾഡ് ഒരു ക്ലാസിസിസ്റ്റ് ആയിരുന്നു. അർണോൾഡ് പറഞ്ഞത് ഗ്രേറ്റ് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഡിനെ പോലെയും എപ്പിക്കിനെ പോലെയൊക്കെ ഇംപേഴ്സണലും ഒബ്ജക്റ്റീവും ആയിരിക്കണമെന്നാണ്. ഇതിൽ പോയറ്റ് അയാളിൽ നിന്നും അയാളുടെ വേൾഡിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ തിയറി നമുക്ക് അദ്ദേഹത്തിൻ്റെ പോയംസായ സൊഹ്റാബ് ആൻഡ് റുസ്തത്തിലും ട്രിസ്ട്രാം ആൻഡ് ഇസ്യൂൾട്ടിലും അദ്ദേഹം ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏജിലെ സ്പിരിറ്റിന് ഫിറ്റിംഗ് ആയി അദ്ദേഹം പേഴ്സണൽ പോയട്രിയെ ഒരു മെലങ്കോളിക് സ്ട്രെയിനിലൂടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് പോയംസ് ആണ് ദ സ്ട്രേഡ് റിവെല്ലർ ആൻഡ് അതർ പോയംസ്, ഇംപിഡോക്ലീസ് ഓൺ എറ്റ്ന ആൻഡ് അതർ പോയംസ്, പോയംസ് ആൻഡ് ന്യൂ പോയംസ്. അടുത്തതാണ് ദ പ്രീ റാഫേലൈറ്റ് ഓർ ദ ഫ്ലഷ്ലി സ്കൂൾ ഓഫ് പോയട്രി. നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു വിക്ടോറിയൻ പോയറ്റ്സ് അവരുടെ പോയട്രിക്ക് ആവശ്യമായ സബ്ജക്റ്റ് മാറ്റർ എടുത്തത് അവരുടെ ഓരോ ദിവസങ്ങളിൽ നിന്നാണ്. അവർ അവരുടെ ഓരോ ദിവസങ്ങളിലും വളരെ ആഴ്ന്നിറങ്ങി ജീവിക്കുകയും സോഷ്യൽ പ്രോബ്ലംസിനെ അല്ലെങ്കിൽ സൊസൈറ്റൽ പ്രോബ്ലംസിനെ പറ്റിയാണ് അവർ അവരുടെ വർക്ക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രീ റാഫേലൈറ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടോറിയൻസിൻ്റെ ഓരോ ദിവസങ്ങളിലെ പ്രോബ്ലംസിനോടുള്ള ആ ഒരു പ്രീ ഒക്യുപ്പേഷന് എതിരെയുള്ള ഒരു ഐഡിയലിസ്റ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു പ്രീ റാഫേലൈറ്റിക് മൂവ്മെൻറ്റ്. ഒരു കൂട്ടം ആർട്ടിസ്റ്റുകൾ 1848 പ്രീ റാഫേലൈറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്തു. ഈ ഗ്രൂപ്പിലെ ഏർലി മെമ്പേഴ്സാണ് ഡാൻറ്റെ ഗബ്രിയൽ റോസെറ്റി, ഹോൾമാൻ ഹണ്ട് ആൻഡ് J.E. മില്ലേയ്. വില്യം മോറിസും AC സ്വിൻബേണും ഇവരുടെ കൂടെ പിന്നീട് കൂടി. യഥാർത്ഥത്തിൽ പ്രീ റാഫേലൈറ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഇറ്റാലിയൻ പെയിൻറ്റേഴ്സിൻ്റെ പെയിൻറ്റിങ്സിലുള്ള സിംപ്ലിസിറ്റിയെയും ഫ്രഷ്നെസ്സിനെയും ഫ്രീഡത്തിനെയും റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ റോസെറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻറ്റെ ഗബ്രിയൽ റോസെറ്റിയും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായ ക്രിസ്റ്റീന റോസെറ്റിയുമാണ്. കൂടെ വില്യം മോറിസും സ്വിൻബേണും പോയറ്റ്സ് ആയത് കാരണം അവർ ഈ ഫീച്ചേഴ്സ്, അതായത് ഫ്രഷ്നെസ്സും സിംപ്ലിസിറ്റിയും ഫ്രീഡവും പോയട്രിയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അവർ പ്രീ റാഫേലൈറ്റ് മൂവ്മെൻറ്റ് പോയട്രിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ സ്കൂൾ ഓഫ് പോയട്രിക്ക് കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് മിഡീവൽ ഔട്ട്ലുക്ക്. പ്രീ റാഫേലൈറ്റ്സ് കണ്ടംപററി സൊസൈറ്റിയിലെ അഗ്ലിനെസ്സിൽ നിന്നും ഒരു എസ്കേപ്പായി അവർ ഹീറോയിക്കും ഷിവൽറിക്കും അഡ്വഞ്ചറസുമായ മിഡിൽ ഏജസിലേക്ക് തിരിഞ്ഞു. അവർ ഉയർത്തിപ്പിടിച്ച ഡിക്റ്റമാണ് ആർട്ട് ഫോർ ആർട്സ് സേക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറക്കരുത്, ഇത് ഓർത്തിരുന്നോണം. സോ ആർട്ടായിരുന്നു അവരുടെ റിലീജിയൻ. പോയറ്റിക് കോമ്പോസിഷന് ഒരു പെർഫെക്റ്റ് ഫോമും ഫിനിഷും കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. അവർ അവരുടെ പോയട്രിയിലൂടെ ഒരു മൊറാലിറ്റിയും പഠിപ്പിക്കാൻ ശ്രമിച്ചില്ല, ഒരു റിഫോമും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അടുത്തതാണ് വിവിഡ് വേർഡ് പിക്ചേഴ്സ്. പ്രീ റാഫേലൈറ്റ്സ് അവർ കണ്ട എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അവർ എക്സ്പ്രസ് ചെയ്തു. അടുത്തതാണ് സൗണ്ട് ആൻഡ് സെൻസ്. പ്രീ റാഫേലൈറ്റ് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ഇൻ മെലഡിയാണ്. ലാസ്റ്റ് ഫീച്ചറാണ് കിൻഷിപ്പ് വിത്ത് ദി റൊമാൻറ്റിക് പോയറ്റ്സ്. റൊമാൻറ്റിക് റിവൈവലിൻ്റെ ഒരു ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആയിരുന്നു പ്രീ റാഫേലൈറ്റ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ പോയട്രിയും സെൻഷ്യസും ഇംപാഷൻഡുമാണ്.
അടുത്തത് നമുക്ക് വിക്ടോറിയൻ ഫിക്ഷനെ പറ്റി പഠിക്കാം. വിക്ടോറിയൻ എറയിലെ മോസ്റ്റ് പോപ്പുലർ ജോൺറ ആയിരുന്നു നോവൽ. നോവൽ ഒരു വെഹിക്കിൾ ഓഫ് ഐഡിയാസും അതുപോലെ തന്നെ ഒരു മീൻസ് ഓഫ് അമ്യൂസ്മെൻറ്റുമായിരുന്നു. വിക്ടോറിയൻ ഏജിനെ ഇൻഫ്ലുവൻസ് ചെയ്ത എല്ലാ കോംപ്ലക്സ് ഫോഴ്സസിനെയും വിക്ടോറിയൻ നോവൽ റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ വിക്ടോറിയൻ കണ്ടംപററി സൊസൈറ്റിയുടെ ഒരു കറക്റ്റ് റിഫ്ലക്ഷൻ ആയിരുന്നു വിക്ടോറിയൻ നോവൽ. സയൻസിൻ്റെ സ്പ്രെഡ് നോവലിനെ കൂടുതൽ റിയലിസ്റ്റിക്കും അനലിറ്റിക്കലുമായി മാറ്റി. ഡെമോക്രസിയുടെ സ്പ്രെഡ് നോവലിനൊരു സോഷ്യലും ഹ്യൂമാനിറ്റേറിയനുമായ ഡയമെൻഷൻ കൊടുത്തു. ഈ സമയത്ത് പല ഓതേഴ്സും കണ്ടംപററി സൊസൈറ്റിയുടെ ഒരു കോംപ്രഹെൻസീവ് പിക്ചറാണ് നൽകാൻ ശ്രമിച്ചത് എങ്കിലും ആ സമയത്ത് ജനറൽ ടെൻഡൻസി സ്പെഷ്യലൈസേഷനിലേക്കും കടലിനെ കുറിച്ചുള്ള നോവലുകൾ എഴുതാനും മിലിറ്ററി ലൈഫിനെ കുറിച്ചുള്ള നോവലുകളും ഹൈ ലൈഫിൻ്റെയും മിഡിൽ ക്ലാസ് ലൈഫിൻ്റെയും ലോ ലൈഫിൻ്റെയും ഇൻഡസ്ട്രിയൽ ലൈഫിൻ്റെയും ഒക്കെ സ്റ്റോറീസിനെ പറ്റി എഴുതാനായിരുന്നു. കുറേ നോവലിസ്റ്റുകൾ ഷോർട്ട് ഫിക്ഷനും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതി. ഈ ഷോർട്ട് സ്റ്റോറീസൊക്കെ ജേർണൽസിലും പീരിയോഡിക്കൽസിലും ഒക്കെ പബ്ലിഷ് ചെയ്തു. വിക്ടോറിയൻ എറയിലെ ഫിക്ഷൻ്റെ മോഡൽസാണ് ചാൾസ് ഡിക്കൻസ്, വില്യം മേക്പീസ് താക്കറായ് ആൻഡ് ജോർജ് എലിയറ്റ്. ഡിക്കൻസ് നോവലിനെ സോഷ്യൽ റിഫോമിന് വേണ്ടി ഉപയോഗിച്ചു. താക്കറായ് സൊസൈറ്റിയിലെ പ്രിട്ടൻഷ്യസ് അപ്പർ ക്ലാസ്സിനെ പരിഹസിച്ചു. ജോർജ് എലിയറ്റ് നോവലിനെ ഡിഡാക്റ്റിക് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ചാൾസ് ഡിക്കൻസിനെ പറ്റി പഠിക്കാം. വിക്ടോറിയൻ നോവലിസ്റ്റുകളിലെ ഗ്രേറ്റസ്റ്റ് ആണ് ചാൾസ് ഡിക്കൻസ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ കുഴപ്പങ്ങളെയൊക്കെ അദ്ദേഹം ഒരു യുണീക്ക് മാനറിൽ എഴുതി. ഡിക്കൻസ് സോഷ്യൽ റിഫോമിന് വേണ്ടിയാണ് നോവലുകൾ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളുടെയൊക്കെ വളരെ മൈക്രോസ്കോപ്പിക് എക്സ്പ്രഷൻ വരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ റിയലിസവും എക്സ്ട്രാവാഗൻ ഹ്യൂമറും പാത്തോസും എക്സസീവ് ഇമാജിനേഷനും അദ്ദേഹത്തിൻ്റെ സെൻസിബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസിൽ നിന്നും അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ പ്ലേസ് തന്നെ നൽകുന്നു. 15 നോവൽസും ഇന്യൂമറബിൾ ഷോർട്ട് സ്റ്റോറീസും ഉള്ള ഒരു ലിറ്റററി ലെഗസിയാണ് ചാൾസ് ഡിക്കൻസിൻ്റേത്. ഡിക്കൻസിൻ്റെ ഫസ്റ്റ് നോവലാണ് പിക്വിക് പേപ്പേഴ്സ്. ഈ നോവൽ ഒരു ഇൻസ്റ്റന്റേനിയസ് സക്സസ് ആയിരുന്നു. ഈ സക്സസ് സ്റ്റോറി അദ്ദേഹത്തിൻ്റെ അടുത്ത നോവൽസായ ഒലിവർ ട്വിസ്റ്റിലും നിക്കോളാസ് നിക്കിൾബൈയിലും ദ ഓൾ ക്യൂരിയോസിറ്റീസ് ഷോപ്പിലും റിപ്പീറ്റ് ചെയ്തു. ഡിക്കൻസിൻ്റെ ഹിസ്റ്റോറിക്കൽ നോവലാണ് ബാർണബി റഡ്ജ്. അദ്ദേഹത്തിൻ്റെ പിക്കാറസ്ക് നോവലാണ് മാർട്ടിൻ ചസൽവിറ്റ്. അദ്ദേഹത്തിൻ്റെ വേറെ ഒരു ഫേമസ് വർക്കാണ് എ ക്രിസ്മസ് കാരോൾ. ഡിക്കൻസിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഡേവിഡ് കോപ്പർഫീൽഡ്. ഒത്തിരി മൈനർ ക്യാരക്ടേഴ്സും സബ് പ്ലോട്ട്സുമുള്ള ഒരു കോംപ്ലക്സ് നോവലാണ് അദ്ദേഹത്തിൻ്റെ ബ്ലീക്ക് ഹൗസ്. അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയൽ നോവലാണ് ഹാർഡ് ടൈംസ്. ഡെപ്റ്റേഴ്സ് പ്രിസണെ പറ്റിയുള്ള നോവലാണ് ലിറ്റിൽ ഡോറിറ്റ്. തോമസ് കാർലൈലിൻ്റെ ഫേമസ് നോവലായ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഡിക്കൻസിനെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എഴുതാൻ ഇൻസ്പയർ ചെയ്തു. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലുള്ള അദ്ദേഹത്തിൻ്റെ നോവലാണ് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് കംപ്ലീറ്റ് നോവലാണ് അവർ മ്യൂച്വൽ ഫ്രണ്ട്. അദ്ദേഹത്തിൻ്റെ ത്രില്ലറായ ദ മിസ്റ്ററി ഓഫ് എഡ്വിൻ ഡ്രൂഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി. അടുത്തത് നമുക്കിനി ജോർജ് എലിയറ്റിനെ പറ്റി പഠിക്കാം. ജോർജ് എലിയറ്റിൻ്റെ റിയൽ നെയിമാണ് മേരി ആൻ ഇവാൻസ്. ജോർജ് എലിയറ്റ് ഒരു സ്ത്രീയാണ്. ജോർജ് എലിയറ്റിൻ്റെ കൈകളിൽ നോവൽ കൂടുതൽ മോറലും ഫിലോസഫിക്കലുമായി മാറി. റിയലിസം ടെമ്പേർഡ് വിത്ത് സിമ്പതി നമുക്ക് ജോർജ് എലിയറ്റിൻ്റെ നോവൽസിൽ കാണാൻ കഴിയും. ഈ നോവലുകളുടെ സെറ്റിംഗ് നടക്കുന്നത് ഫെമിലിയർ ടെറൈനിലും അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് പ്രൊവിൻസസിലുമൊക്കെയാണ്. ജോർജ് എലിയറ്റ് തൻ്റെ നോവലുകളിലൂടെ മോറൽ ലോ ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ചോയ്സസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹാപ്പിനെസ്സിൻ്റെയും മിസറിയുടെയും കാരണം. അതുപോലെ തന്നെ ഒരാൾ അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആക്ഷൻസ് അയാൾക്ക് റിവാർഡോ പണിഷ്മെൻറ്റോ ഇന്നെവിറ്റബിളായി കിട്ടുമെന്നും ജോർജ് എലിയറ്റ് പറയുന്നു. ജോർജ് എലിയറ്റ് തന്നെ പറയുന്നുണ്ട് അവരുടെ നോവൽസ് എല്ലാം സൈക്കോളജിക്കൽ ക്രിറ്റിസിസം ആണെന്ന്. ജോർജ് എലിയറ്റിൻ്റെ നോവൽസിലൊക്കെ അതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഇന്നർ സ്ട്രഗിൾസും മോറൽ ഡിലമാസും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ജോർജ് എലിയറ്റ് തൻ്റെ ഫസ്റ്റ് നോവൽ എഴുതുന്നത് അവരുടെ 40ാമത്തെ വയസ്സിലാണ്. ആ നോവലാണ് ആഡം ബീഡ്. ജോർജ് എലിയറ്റിൻ്റെ ബാക്കി ഫേമസ് നോവൽസാണ് ദ മിൽ ഓൺ ദി ഫ്ലോസ്, സിലാസ് മാർണർ, റമോല, ഫിലിക്സ് ഹോൾട്ട്, ദി റാഡിക്കൽ, മിഡിൽ മാർച്ച് ആൻഡ് ഡാനിയൽ ഡെറോണ്ട. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് തോമസ് ഹാർഡിയെ പറ്റിയാണ്. തോമസ് ഹാർഡി ഒരു പ്രൊലിഫിക് നോവലിസ്റ്റും പോയറ്റുമാണ്. ഹാർഡിയുടെ നോവൽസിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെമി ഫിക്ഷണൽ ലാൻഡായ വെസക്സിൽ വെച്ചിട്ടാണ്.
വെസക്സ് തോമസ് ഹാർഡിയുടെ ലൈഫിലെ ഒരു ഇൻസെപ്പറബിൾ പാർട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജനനവും ചൈൽഡ്ഹുഡും യൂത്ത്ഫുൾ ലവും ഒക്കെ നടന്നത് വെസക്സിൽ വെച്ചിട്ടാണ്. ഹാർഡിയുടെ വെസക്സ് നോവൽസ് റീജിയണൽ നോവൽ എന്ന ട്രെൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ നോവൽസിലെ ഒരു ലീഡിംഗ് ക്യാരക്ടറായിരുന്നു നേച്ചർ. അദ്ദേഹം ഫേറ്റലിസത്തിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തു. അദ്ദേഹത്തിന് ജീവിതത്തിനോട് ഒരു പെസിമിസ്റ്റിക് വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷേക്സ്പിയറിൻ്റെ പ്ലേ ആയ കിങ് ലിയറിലെ ലൈൻസ് തോമസ് ഹാർഡിയുടെ കൺവിക്ഷനെ സമ്മപ്പ് ചെയ്യുന്നു. അതായത്, as flies to wanton boys are we to the gods, they kill us for their sport. മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്ത സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ലിമിറ്റേഷൻസിലും മനുഷ്യൻ്റെ നാച്ചുറൽ ഹോപ്സിലും ഡിസൈസിലും ഡിലമാസിലും എല്ലാം പെട്ടുപോയ ഒരു ട്രാജിക് ക്രീച്ചറായിട്ടാണ് തോമസ് ഹാർഡി മനുഷ്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. തോമസ് ഹാർഡിയുടെ ഫേമസ് ഫിക്ഷണൽ നോവൽസാണ് അണ്ടർ ദ ഗ്രീൻവുഡ് ട്രീ, എ പെയർ ഓഫ് ബ്ലൂ ഐസ്, ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്, The Return of the Native, The Trumpet Major, The Mayor of Casterbridge, The Woodlanders, The Well-Beloved and Jude the Obscure. അടുത്തതാണ് ഈസ്തറ്റീഷ്യൻസ് ഓർ ഡെക്കഡൻസ്. പ്രീ റാഫേലൈറ്റ്സിനെ ഫോളോ ചെയ്തു വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആണ് ഈസ്തറ്റീഷ്യൻസ്. ഇവർ പ്രീ റാഫേലൈറ്റ്സിൻ്റെ ഡിക്റ്റമായ ആർട്ട് ഫോർ ആർട്ട് സേക്ക് തിയറി അവരുടെ പോയട്രിയിലൂടെ റിവൈവ് ചെയ്തു. ഏണസ്റ്റ് ഡൗസണും ലയണൽ ജോൺസണും ഓസ്കാർ വൈൽഡുമാണ് ചീഫ് എസ്തേറ്റ്സ്. ഈ എസ്തേറ്റ്സ് വിക്ടോറിയൻ ഏജിലുണ്ടായിരുന്ന മോറൽ കൺവെൻഷൻസിനെ ഡിഫൈ ചെയ്തു. അതുപോലെ തന്നെ അവർ വിക്ടോറിയൻ സെൻറ്റിമെൻറ്റിനെ ഡ്രിങ്ക്സും ഡ്രഗ്സും അതുപോലെ തന്നെ സെൻഷ്യൽ പ്ലഷേഴ്സിൽ ഇൻഡൾജ് ചെയ്ത് സ്കാൻഡലൈസ് ചെയ്തു, അതായത് അപകീർത്തിപ്പെടുത്തി. അവരുടെ ലിറിക്സിലെ മെയിൻ ഫീച്ചറാണ് അതിൻ്റെ മെലങ്കോളിക് ബ്യൂട്ടി. അപ്പോൾ ഈസ്തറ്റീഷ്യൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഓസ്കാർ വൈൽഡിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഓസ്കാർ വൈൽഡിനെ കുറിച്ച് പഠിക്കാം. ഓസ്കാർ വൈൽഡ് ഫാർസും മെലോഡ്രാമയും ഓപ്പൺ അപ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്ലേസിൻ്റെ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചറാണ് അതിലെ സീരിയസും സ്കിൻഡിലേറ്റിംഗ് വിറ്റും. അദ്ദേഹത്തിൻ്റെ ഫേമസ് പ്ലേസാണ് ലേഡി വൈൻഡർമിയേഴ്സ് ഫാൻ, എ വുമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ്, ആൻ ഐഡിയൽ ഹസ്ബൻഡ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ ഓസ്കാർ വൈൽഡിനെ കുറിച്ച് കുറച്ച് നോട്ട്സേ തന്നിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ഓസ്കാർ വൈൽഡിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കാരണം എക്സാമിന് 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ ക്വസ്റ്റ്യൻസും 4 മാർക്കിനും 15 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ വിക്ടോറിയൻ ലിറ്ററേച്ചറുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്കിനി മൊഡ്യൂൾ 2ൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഗൈസ്.